ഹേ ഗായ്സ്, എല്ലാവർക്കും മല്ലു ഫിലിം സ്റ്റോറീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് 2019 റിലീസായ കിം ജിയോങ് ബോൺ 1982 എന്ന സിനിമയെക്കുറിച്ചാണ്. വിവാഹത്തിന് ശേഷം സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ പറ്റി എടുത്തു പറയുന്ന ഒരു സിനിമയാണിത്. എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു മസ്റ്റ് വാച്ച് സിനിമയാണിത്. പ്രത്യേകിച്ച് പെൺകുട്ടികൾ ഉറപ്പായിട്ടും കണ്ടിരിക്കണം. അപ്പം നമുക്ക് മൂവിയിലേക്ക് കിടക്കാം. മൂവി തുടങ്ങുമ്പോൾ ആദ്യം കാണിക്കുന്നത് നായികയായ ജിയോങ്ങിനെയാണ്. അവളൊരു ഹൗസ് വൈഫാണ്. കല്യാണത്തിന് മുമ്പ് അവൾക്ക് ജോലിയൊക്കെ ഉണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞ് കുട്ടിയൊക്കെ ആയതിനു ശേഷം അവൾ ജോലിയൊക്കെ ഉപേക്ഷിച്ച് കുഞ്ഞിനെയും ഹസ്ബൻഡിനെയൊക്കെ നോക്കി വീട്ടിൽ കഴിയുവാണ്. ജിയോങ്ങിന് മെന്റലി ചെറിയൊരു പ്രശ്നമുണ്ട്, അതായത് മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ. അന്യൻ സിനിമയിലേക്ക് പോലെ ചില നേരത്ത് അവൾ വേറൊരാളെ പോലെ സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്നു. അതാണ് അവളുടെ അസുഖം. അവൾക്ക് ഇങ്ങനെ ഒരു അസുഖമുണ്ടെന്ന് അവളുടെ ഹസ്ബൻഡിന് മാത്രമേ അറിയൂ. അവൾക്ക് പോലും അറിയില്ല അവൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന്. അവളെ ഹസ്ബൻഡായ ജുങ് ആവട്ടെ അവളെ വീട്ടിലെ എല്ലാ കാര്യങ്ങളിലും സഹായിക്കുന്ന ഒരു പാവ ഹസ്ബൻഡായിരുന്നു. അങ്ങനെ ഒരു ദിവസം ജിയോങ്ങും ജുങ്ങും കൂടി ജുങ്ങിന്റെ അമ്മയുടെ വീട്ടിലേക്ക് പോകും. അവളെ അമ്മായിയമ്മയാകട്ടെ വളരെ ക്രൂരയായ ഒരു സ്ത്രീയായിരുന്നു. ഉയർന്നും മറ്റും ചില സമയങ്ങളിൽ മാത്രമേ അവർ ഈ വീട്ടിലേക്ക് വരൂ. വീട്ടിൽ വന്നാലാകട്ടെ എല്ലാ ജോലിയും നമ്മുടെ നായികയെ കൊണ്ട് അവർ ചെയ്യിപ്പിക്കും. അവരുടെ മകളും ഹസ്ബൻഡും ഉടനെ വരും. അതുകൊണ്ട് ആ വീട്ടിലെ ജോലിയെല്ലാം നായികയെ കൊണ്ട് അവർ ചെയ്യിപ്പിക്കും. അപ്പോഴാണ് അവർ വീട്ടിലേക്ക് വരുന്നത്. അവർ വീട്ടിലേക്ക് വന്നതും എല്ലാവരും ഭയങ്കര സന്തോഷത്തിൽ അവിടെ എന്തൊക്കെയോ സംസാരിക്കാൻ തുടങ്ങി. നമ്മുടെ നായികയായിട്ട് ആകെ ഒറ്റപ്പെട്ട് അവിടെ അടുക്കളയിൽ നിൽക്കുമായിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മുടെ നായകന്റെ അമ്മ അവളോട് പറയും, ആൾക്കാർ വന്നത് കണ്ടില്ലേ, നീ കഴിക്കാൻ എന്തെങ്കിലും എടുക്കുന്നു. ഇത് കേട്ടതും നായകന്റെ സിസ്റ്റർ അവിടെ ഇന്നുകൊണ്ട് പറയും, അവളെ എന്തിനാ വെറുതെ ബുദ്ധിമുട്ടിക്കുന്നത്, ഞാൻ തന്നെ പോയി കഴിക്കാൻ എടുക്കാമെന്ന് പറയും. ഇത് കേട്ടതും നായകന്റെ അമ്മ പറയും, നീ വലിയൊരു യാത്രയൊക്കെ കഴിഞ്ഞ് വന്നതല്ലേ, നിനക്ക് ക്ഷീണം ഉണ്ടാവും, നീ ഇവിടെ റെസ്റ്റ് എടുക്ക്, അവൾ എടുത്തോണ്ട് വന്നോളൂ എന്ന്. ഇത് കേട്ടതും നമ്മുടെ നായികയ്ക്ക് ദേഷ്യം വരാൻ തുടങ്ങും. അവൾക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ അവളുടെ ഉള്ളിലുള്ള മറ്റേ ക്യാരക്ടർ പുറത്ത് വരാൻ തുടങ്ങും. അവൾ അപ്പൊ തന്നെ അവളുടെ അമ്മായിയമ്മയുടെ പേരെടുത്ത് വിളിക്കാൻ തുടങ്ങും. അത് കേട്ടതും അവിടെയുള്ള എല്ലാവരും ഷോക്കായി അവളെ നോക്കി നിൽക്കും. എന്നിട്ട് അവൾ അവരോട് പറയും, നിന്റെ മകൾ വന്നപ്പോ നിനക്ക് എന്തൊരു സന്തോഷമാ, ഞാൻ വന്നപ്പോ നിനക്ക് ഈ സന്തോഷമൊന്നും ഇല്ലായിരുന്നല്ലോ. നിനക്ക് നിന്റെ മകൾ എത്രമാത്രം പ്രധാനമാണോ അതുപോലെ എനിക്കും എന്റെ മകൾ പ്രധാനപ്പെട്ടതാണ്. കാര്യങ്ങൾ കൈവിട്ടുപോയി എന്ന് മനസ്സിലാക്കിയ നായകൻ അപ്പൊ തന്നെ ഓടിച്ചെന്ന് അവളെയും വിളിച്ച് കുഞ്ഞിനെയും എടുത്തോണ്ട് അവിടുന്ന് സ്ഥലം വിടും. ഇതെല്ലാം കണ്ടോണ്ടിരിക്കുന്ന നായകന്റെ വീട്ടുകാർക്ക് എന്താ സംഭവിക്കുന്നതെന്ന് ഒന്നും മനസ്സിലായില്ല. അങ്ങനെ നായകൻ അവളെയും കൂട്ടി നേരെ പോകുന്നത് നായികയുടെ അമ്മയുടെ വീട്ടിലേക്കാണ്. അവളുടെ അമ്മയുടെ വീട്ടിലെത്തിയതും അവൾ പെട്ടെന്ന് തന്നെ പോയി കിടന്നുറങ്ങും. ഇവൾക്ക് എന്താ സംഭവിച്ചെന്ന് അവളുടെ അമ്മ നായകനോട് ചോദിക്കും. അവൾക്ക് നല്ല ക്ഷീണമുണ്ട്, അതുകൊണ്ടാ ഉറങ്ങുന്നതെന്ന് നായകൻ അവരോട് പറയും. അങ്ങനെ ഉറങ്ങിക്കിടക്കുമ്പോഴാണ് അവളുടെ കുട്ടിക്കാലത്തെ ചില കാര്യങ്ങൾ കാണിക്കുന്നത്. നമ്മുടെ നായകയുടെ മുത്തശ്ശിയും വല്ലാത്തൊരു സ്ത്രീയായിരുന്നു. നായികയും അവളുടെ സഹോദരിയും വീട്ടിൽ കിടന്ന് കളിക്കുമ്പോൾ പെൺകുട്ടികൾ വീട്ടിൽ സൗണ്ട് ഉണ്ടാക്കാൻ പാടില്ല, ബഹളമൊന്നും ഉണ്ടാക്കാതെ വീട്ടിലെ ജോലികളൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞ് ചെറുപ്പത്തിലെ അവരെ കൊണ്ട് വീട്ടിലെ ജോലികളെല്ലാം ആ സ്ത്രീ ചെയ്യിക്കുമായിരുന്നു. നായികയുടെ മുത്തശ്ശിക്ക് ഏറ്റവും ഇഷ്ടം നായികയുടെ അനിയനെ മാത്രമായിരുന്നു. കാരണം അവനൊരു ആൺകുട്ടി ആയതുകൊണ്ട്. പെൺകുട്ടികൾ എത്ര പഠിച്ചിട്ടും കാര്യമില്ല, എത്രയൊക്കെ പഠിച്ചാലും അവർ അവസാനം ഹസ്ബൻഡിലെ വീട്ടിലെ ജോലിയൊക്കെ ചെയ്യാനുള്ളതാണ് എന്നുള്ള ഒരു മെന്റാലിറ്റി ആയിരുന്നു നമ്മുടെ നായികയുടെ മുത്തശ്ശിക്കുള്ളത്. കുട്ടിക്കാലത്ത് നടന്ന കാര്യങ്ങളെല്ലാം അവൾ സ്വപ്നം കാണുമായിരുന്നു. അങ്ങനെ ഉറക്കമൊക്കെ കഴിഞ്ഞ് അവളുടെ ഫാമിലിയിലുള്ള എല്ലാവരും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആ സ്ഥലത്തേക്ക് അവൾ ചെല്ലും. അവളുടെ കയ്യിലൊരു പേനയും ഉണ്ടായിരുന്നു. ആ പേന എന്താണെന്ന് വെച്ചാൽ പണ്ട് അവരുടെ അച്ഛൻ വിദേശത്ത് പോയിട്ട് വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. അവരുടെ പെൺമകൾക്ക് രണ്ടുപേർക്കും സ്കെച്ച് ബുക്കും അയാളുടെ മകന് വില കൂടിയൊരു പേനയും. നിനക്ക് ആ പേന എവിടുന്ന് കിട്ടി, ഞാൻ കുറെ നാളായി നോക്കുന്നുവെന്ന് അവളുടെ അനിയൻ അവളോട് പറയും. എനിക്കത് എന്റെ ബെഡിന്റെ അടിയിൽ നിന്ന് കിട്ടിയതാണെന്ന് അവൾ പറയും. പിന്നീട് കാണിക്കുന്നത് നായികനും നായികയും അവരുടെ വീട്ടിലേക്ക് തിരിച്ചു വരുന്നതാണ്. അവർ വീട്ടിലെത്തിക്കഴിഞ്ഞ് നായിക ഹസ്ബൻഡിനോട് ചോദിക്കും, നിങ്ങളുടെ വീട്ടിൽ പോയിട്ട് എനിക്ക് എന്താ സംഭവിച്ചത്, നമ്മളെന്താ പെട്ടെന്ന് അവിടെ തിരിച്ചു പോകുന്നത്, എനിക്ക് ഒന്നും തന്നെ ഓർമ്മയില്ലല്ലോ, എനിക്കിപ്പോ പഴയ കാര്യങ്ങളൊന്നും ഓർത്തെടുക്കാൻ പറ്റുന്നില്ല, എനിക്കെന്തോ പ്രശ്നമുള്ളത് തോന്നുന്നു. ഇത് കേട്ട് നായകൻ പറയും, നിനക്കൊരു കുഴപ്പവുമില്ല, ഡെലിവറി കഴിയുമ്പോൾ ഇങ്ങനെയുള്ള ചില ഡിപ്രഷനൊക്കെ വരുന്നത് സാധാരണമാണ്. ഇത് കേട്ട് നായിക പറയും, അല്ല എനിക്കെന്തോ ഇവിടെ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ആകെ ഒരു ശൂന്യത തോന്നുന്നു. ഇത് കേട്ട് നായകൻ പറയും, ഒരു കാര്യം ചെയ്യാം, എനിക്കറിയാവുന്ന ഒരു സൈക്യാട്രിസ്റ്റ് ഉണ്ട്, നീ അവരെ ഒന്ന് പോയി കാണും. പിന്നീട് കാണിക്കുന്നത് നായിക പുറത്തേക്ക് നടക്കാൻ പോകുന്നതാണ്. അപ്പോഴാണ് ഒരു പെണ്ണ് ജോലിക്ക് പോകുന്നത് അവൾ കാണുന്നത്. അത് കണ്ടതും അവൾ അവിടെ നിന്ന് അവളുടെ പഴയ കാര്യങ്ങളൊക്കെ ആലോചിക്കും. കല്യാണത്തിന് മുമ്പ് അവളും ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു. അവളുടെ ഓഫീസിൽ ഏറ്റവും നന്നായി പെർഫോം ചെയ്യുന്ന എംപ്ലോയി അവളായിരുന്നു. എന്നിട്ടും അവൾക്കൊരു പ്രമോഷൻ പോലും ലഭിച്ചിരുന്നില്ല. കാരണം എന്തെന്നാൽ അവിടെ ജോലി ചെയ്യുന്ന പെൺകുട്ടികൾ പലരും കല്യാണം കഴിഞ്ഞാൽ പിന്നെ ജോലിക്കൊന്നും വരാറില്ല. അത് മാത്രവുമല്ല, കല്യാണമൊക്കെ കഴിഞ്ഞ് കുട്ടിയൊക്കെ ആയി കഴിഞ്ഞാൽ അവളും ജോലി നിർത്തി പോകുന്നുള്ള പേടി ആ കമ്പനിക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവൾക്ക് പ്രമോഷൻ ഒന്നും കൊടുക്കാതിരുന്നത്. എന്നാൽ നമ്മുടെ നായികയ്ക്ക് പ്രമോഷൻ എങ്ങനെയും വേണമെന്ന് നല്ല ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഓഫീസിലെ മാനേജറെ അവൾ നല്ലതുപോലെ ഇംപ്രസ് ചെയ്യാൻ ശ്രമിച്ചിരുന്നു.
ആ ലേഡിക്കും ഒരു കുട്ടിയുണ്ട്. അവർ ആ കുട്ടിയെ ബേബി സിറ്ററിനൊക്കെ ഏൽപ്പിച്ചിട്ടാണ് ജോലിക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ അവരെ പോലെ ആകണമെന്നായിരുന്നു നമ്മുടെ നായികയുടെ ആഗ്രഹം. എന്നാൽ ആ മാനേജർ ലേഡിക്കും ഓഫീസിൽ നിന്ന് ഒരുപാട് കളിയാക്കലുകൾ ലഭിക്കുന്നുണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞ് കുട്ടിയായതിനു ശേഷം സ്ത്രീകൾ ജോലിക്ക് പോയി കഴിഞ്ഞാൽ അവർക്ക് നല്ലൊരു അമ്മയാവാൻ സാധിക്കില്ലെന്ന് അവിടെയുള്ള എല്ലാരും ആ സ്ത്രീയെ കളിയാക്കുമായിരുന്നു. എന്നാൽ അവരാവട്ടെ അതിനെല്ലാം പ്രതികരിച്ച് നിൽക്കുമായിരുന്നു. അതിനുശേഷം നായിക റോഡിലൂടെ നടക്കുമ്പോൾ അവിടെ ഒരു ഷോപ്പിൽ പാർട്ട് ടൈം ജോലിക്ക് ആളെ വേണമെന്നും അവൾ കണ്ടിരുന്നു. അതവൾ അവളുടെ ഹസ്ബൻഡിനോട് പറയും. എന്നാൽ അയാളാകട്ടെ അവളോട് പോകണ്ടെന്ന് പറയും. കാരണം എന്തെന്നാൽ അവൾക്ക് മെന്റലി പ്രോബ്ലം ഉണ്ടെന്ന് അയാൾക്ക് മാത്രമേ അറിയൂ. ഷോപ്പിൽ ജോലിക്ക് നിൽക്കുമ്പോൾ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ എല്ലാവർക്കും അത് മനസ്സിലാവും. അതുകൊണ്ടാണ് അയാൾ പോകണ്ടെന്ന് പറഞ്ഞത്. ഇത് കേട്ടത് നായികയ്ക്ക് ആകെ സങ്കടമാവും. അവൾക്ക് സങ്കടം വന്നാൽ അപ്പോഴേ ഡിപ്രഷൻ വന്ന് അവളുടെ ഉള്ളിലുള്ള മറ്റേ ക്യാരക്ടർ പുറത്തു വരും. അവൾ അപ്പോൾ തന്നെ ഫ്രിഡ്ജിലിരുന്നൊരു ബിയർ എടുത്ത് കുടിക്കാൻ തുടങ്ങും. ഇത് കണ്ട് അവളുടെ ഹസ്ബൻഡ് ഓടി വന്ന് അവളോട് ചോദിക്കും, നിനക്കിതൊന്നും ഇഷ്ടമല്ലല്ലോ, പിന്നെ നീ എന്താ ഇത് കുടിക്കുന്നത്? ഇത് കേട്ടതും നായിക മറ്റൊരാളെ പോലെ സംസാരിക്കാൻ തുടങ്ങി. അവൾ എന്ത് ആഗ്രഹത്തോടെ വന്നാ നിന്റെ അടുത്ത് ജോലിക്ക് പോകണമെന്ന് പറഞ്ഞത്? എന്നിട്ട് നീ എന്താ അവളെ പോകാൻ സമ്മതിക്കാതിരുന്നത്? അവൾക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, എന്നിട്ടും നീ അവളുടെ ഒരാഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുന്നില്ല. ഇതെല്ലാം കേട്ടതും നായകൻ കരയാൻ തുടങ്ങും. ഇതെല്ലാം പറഞ്ഞതിന് ശേഷം നായക കിടന്നുറങ്ങും. അങ്ങനെ ഉറങ്ങി കിടക്കുമ്പോഴാണ് അവൾക്ക് സ്കൂളിൽ പഠിക്കുമ്പോൾ നടന്ന ചില സംഭവങ്ങൾ ഓർമ്മ വരുന്നത്. പണ്ട് അവൾ സ്കൂളിൽ പഠിക്കുമ്പോൾ അവളുടെ സ്കൂളിൽ പഠിക്കുന്ന ഒരു പയ്യൻ അവളെ ഉപദ്രവിക്കാൻ ശ്രമിക്കും. അപ്പോൾ ബസ്സിലുണ്ടായിരുന്ന ഒരു സ്ത്രീയാണ് അവളെ രക്ഷിക്കുന്നത്. എന്നിട്ട് അവൾ ആ സ്ത്രീയുടെ കയ്യിൽ നിന്ന് മൊബൈൽ വാങ്ങി അവളുടെ അച്ഛനെ വിളിച്ചു പറയും. അവളുടെ അച്ഛൻ അവളെ കൂട്ടിക്കൊണ്ടുപോകാൻ വരും. എന്നിട്ട് അവളോട് വഴക്ക് പറയും, നീ ധരിച്ചിരിക്കുന്ന ഡ്രസ്സിന് തീരെ ഇറക്കമില്ല. അത് മാത്രവുമല്ല, സ്കൂൾ വിട്ടാൽ അവിടെ എങ്ങും കറങ്ങി നിൽക്കാതെ പെട്ടെന്ന് വീട്ടിൽ വന്നോണം. എന്തോ ഇത്രയൊക്കെ സംഭവിച്ചിട്ടും അവൾ എന്തോ തെറ്റ് ചെയ്ത പോലെയാണ് അവളുടെ അച്ഛൻ സംസാരിച്ചത്. ഇതെല്ലാം ആലോചിച്ച് ജനലിന് പുറത്തേക്ക് രാത്രി മുഴുവൻ അവൾ ഉറങ്ങാതെ നോക്കിയിരിക്കും. അത് കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം നമ്മുടെ നായകന്റെ അമ്മ നായകനെ കാണാൻ വരും. എന്നിട്ട് അവനോട് ചോദിക്കും, അന്നത്തെ ദിവസം എന്താ സംഭവിച്ചത്, അവൾ എന്താ അങ്ങനെയൊക്കെ പറഞ്ഞത്? അപ്പൊ നായകൻ അവരോട് പറയും, അവൾക്ക് മെന്റലി ഒരു പ്രോബ്ലം ഉണ്ട്, അതുകൊണ്ട് അവളെ ഇനി നിങ്ങൾ വേദനിപ്പിക്കുന്ന രീതിയിലൊന്നും സംസാരിക്കരുതെന്ന്. ഇതെല്ലാം കേട്ടിട്ട് അവർ പറയും, അവൾക്ക് എന്തിന്റെ കുറവാ ഉള്ളത്? നീ ജോലി ചെയ്ത് നല്ലതുപോലെയല്ലേ അവളെയും കുട്ടിയെ നോക്കുന്നത്, പിന്നെന്താ അവൾ ഇങ്ങനെ ആയിപ്പോയത്? അപ്പൊ തന്നെ അവർ ഫോൺ വിളിച്ച് നായികയോട് സംസാരിക്കും. സാധാരണ സംസാരിക്കുന്നതിൽ നിന്നും വളരെ സോഫ്റ്റ് ആയിട്ടാണ് അവർ സംസാരിച്ചത്. അതുകൊണ്ട് തന്നെ അവരുടെ സംസാരം നായികയ്ക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ് അവളുടെ കൂടെ ഓഫീസിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന അവളുടെ ഒരു ഫ്രണ്ട് അവളുടെ അടുത്തേക്ക് വന്ന് പറയും, നമ്മുടെ മാനേജർ ലേഡി ഇല്ലേ, അവർ പുതിയൊരു കമ്പനി തുടങ്ങി, അവർക്ക് നിന്നെ വലിയ കാര്യമായിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ അവരെ നമ്പർ ഞാൻ നിനക്ക് തരാം, നീ ഒന്ന് അവരെ വിളിച്ചു നോക്ക്, ചിലപ്പോ നിനക്ക് ജോലി കിട്ടിയാലോ അവിടെ. അപ്പൊ നമ്മുടെ നായിക ആലോചിക്കും, അവൾക്ക് ജോലിക്ക് പോകണമെന്ന് നല്ല ആഗ്രഹമുണ്ട്, പക്ഷേ കുഞ്ഞിനെ എങ്ങനെ നോക്കും, കുഞ്ഞിനെ ആര് നോക്കും? അപ്പോഴാണ് അവൾ അവിടെ ഇരുന്നുകൊണ്ട് അവളുടെ അമ്മയുടെ പണ്ടത്തെ കാര്യങ്ങൾ ആലോചിക്കുന്നത്. അവളുടെ അമ്മയ്ക്കും ടീച്ചർ ആവണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. എന്നാൽ കുട്ടികളൊക്കെ ആയതിനു ശേഷം അവർക്ക് ആ ജോലിക്ക് പോകാൻ സാധിച്ചില്ല. അവർ കുട്ടികളെയൊക്കെ നോക്കി വീട്ടിലിരിക്കുകയായിരുന്നു. എന്റെ അമ്മയ്ക്കുണ്ടായ അതേ അവസ്ഥ തന്നെയാണല്ലോ എനിക്കും ഉണ്ടായതെന്ന് അവൾ ആലോചിക്കും. അങ്ങനെ അവളുടെ ഫ്രണ്ട് പറഞ്ഞ പോലെ അവൾ അവളുടെ ആ മാനേജർ ലേഡിയെ കാണാൻ പോകും. അവർ അവൾക്ക് ജോലി കൊടുക്കും. അങ്ങനെ ഇക്കാര്യമെല്ലാം അവളുടെ ഹസ്ബൻഡിനോട് പറയാൻ വേണ്ടി അവൾ സന്തോഷത്തോടെ വീട്ടിലേക്ക് വരും. വീട്ടിൽ വന്നതിന് ശേഷം അവൾ പണ്ട് ആദ്യമായി ജോലി ലഭിച്ചപ്പോൾ അവളുടെ അച്ഛനോട് പറഞ്ഞ കാര്യങ്ങൾ അവൾ അവിടെ ഇരുന്ന് ആലോചിക്കും. ആദ്യമായി അവൾക്ക് ജോലി കിട്ടിയപ്പോൾ അവൾ ഇക്കാര്യം പറയാൻ അവളുടെ അച്ഛന്റെ അടുത്തേക്ക് പോയി. അവളുടെ അച്ഛൻ അവളോട് പറഞ്ഞത്, ഇത്രയും പ്രായമായ നിനക്ക് എന്തിനാ ജോലി, ഇനി നിന്നെ കല്യാണമൊക്കെ കഴിപ്പിക്കാനുള്ളതാ. ഇക്കാര്യങ്ങളെല്ലാം അവൾ അവിടെ ഇരുന്ന് ആലോചിക്കുകയായിരുന്നു. അപ്പോഴേക്കും അവളുടെ ഹസ്ബൻഡ് ആ വീട്ടിലേക്ക് വരും. വീട്ടിൽ വന്നതും സന്തോഷത്തോടെ അവൾ കേക്കൊക്കെ കട്ട് ചെയ്ത് അവളുടെ ഹസ്ബൻഡിന് കൊടുക്കും. എന്താ കേക്കൊക്കെ കട്ട് ചെയ്യാൻ ഇത്ര സന്തോഷമുള്ള കാര്യമെന്ന് അവളുടെ ഹസ്ബൻഡ് ചോദിക്കുമ്പോൾ അവൾ പറയും, എനിക്കൊരു ജോലി കിട്ടിയെന്ന്. ഇത് കേട്ടതും നായകൻ ഷോക്കായി നിൽക്കും. അവളെ ജോലിക്ക് പറഞ്ഞു വിടാൻ അയാൾക്ക് താല്പര്യമില്ലായിരുന്നു. എങ്കിലും അവൾക്ക് വിഷമമാവണ്ടെന്ന് കരുതി അയാൾ സോഫ്റ്റായി അവളോട് കാര്യങ്ങൾ സംസാരിക്കും. നീ കൂടി ജോലിക്ക് പോയി കഴിഞ്ഞാൽ കുഞ്ഞിനെ ആര് നോക്കും? അവൾ പറയും, അത് കുഴപ്പമില്ല, ഞാനൊരു ബേബി സിറ്ററിനെ ഏർപ്പാടാക്കിക്കൊള്ളാം. ഇതെല്ലാം കേട്ട നായകൻ പറയും, എങ്കിലൊക്കെ അങ്ങനെ ചെയ്യാമെന്ന്. അങ്ങനെ അടുത്ത ദിവസം മുതൽ നമ്മുടെ നായക ബേബി സിറ്ററിന് വേണ്ടി അവിടെ എല്ലാം അന്വേഷണം തുടങ്ങും. എന്നാൽ അവർ പറഞ്ഞ ആ ടൈമിൽ കുഞ്ഞിനെ നോക്കാൻ ആരും തന്നെ തയ്യാറായിരുന്നില്ല. അത് മാത്രമല്ല, എല്ലാവരും നല്ല സാലറിയാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ നായകൻ വന്ന് അവളോട് പറയും, ഒരു കാര്യം ചെയ്യാം, നീ ജോലിക്ക് പൊക്കോ, ഞാനൊരു ലോങ് ലീവ് എടുക്കാം, അപ്പൊ പിന്നെ കുഞ്ഞിനെ എനിക്ക് നോക്കാമല്ലോ, നിനക്ക് സമാധാനമായി ജോലിക്ക് പോകാനും പറ്റും. ഇത് കേട്ടതും നായികയ്ക്ക് ഒരുപാട് സന്തോഷമാകും. സന്തോഷം സഹിക്കാൻ വയ്യാതെ നമ്മുടെ നായിക അപ്പൊ തന്നെ ഇക്കാര്യം വിളിച്ച് അവളുടെ അമ്മായിയമ്മയോട് പറയും. അവരിത് കേട്ടതും ഉടനെ പറയും, നിനക്ക് ജോലി കിട്ടിയോ, അപ്പൊ പിന്നെ കുഞ്ഞിന്റെ കാര്യം ആര് നോക്കും? കുഞ്ഞിന്റെ കാര്യം ചേട്ടൻ നോക്കാമെന്ന് പറഞ്ഞു. ചേട്ടൻ 1 വർഷത്തേക്ക് ലീവ് എടുത്തു, ഞാൻ ജോലിക്ക് പോകും, അപ്പൊ കുഞ്ഞിന്റെ കാര്യം ചേട്ടൻ നോക്കുമല്ലോ എന്ന് അവൾ പറയും. ഇത് കേട്ടതും ആ സ്ത്രീ അവളോട് ദേഷ്യപ്പെടാൻ തുടങ്ങും.
എന്റെ മകന്റെ ഭാവി നീ നശിപ്പിക്കുവോ? ഒരു വർഷത്തേക്കൊക്കെ ലീവ് എടുത്തു കഴിഞ്ഞാൽ അവനെ കമ്പനിയിൽ നിന്ന് പുറത്താക്കും. ഇതെല്ലാം കേട്ടതും നമ്മുടെ നായികയ്ക്ക് ആകെ സങ്കടമാവും. അപ്പോൾ തന്നെ അവളുടെ അമ്മായിയമ്മ ഫോൺ കട്ട് ചെയ്തിട്ട് നമ്മുടെ നായികയുടെ അമ്മയെ വിളിച്ചിട്ട് കാര്യം പറയും. തലയ്ക്ക് സുഖമില്ലാത്ത നിങ്ങളുടെ മകൾ ജോലിക്ക് പോകാൻ പോകുക, അതും എന്റെ മകന്റെ ഭാവി കൂടി കളഞ്ഞിട്ട്. അവൾ ജോലിക്ക് പോയി കഴിഞ്ഞ് അവിടെ വെച്ച് അവൾക്ക് ഭ്രാന്തും എല്ലാം വന്നു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിനാണ് അതിന്റെ ചീത്തപ്പേര്. അതുകൊണ്ട് അവളോട് മര്യാദയ്ക്ക് വീട്ടിലിരിക്കാൻ പറ എന്ന് നായികയുടെ അമ്മയോട് അവർ വിളിച്ചു പറയും. നായികയ്ക്ക് ഇങ്ങനെ ഒരു അസുഖമുണ്ടെന്ന് നായികയുടെ അമ്മ ഇപ്പോഴാണ് അറിയുന്നത്. ഇതെല്ലാം കേട്ടതും അവർക്ക് സങ്കടം സഹിക്കാൻ വയ്യാതെ അവർ അപ്പ തന്നെ അവളുടെ ഹസ്ബൻഡിനെ കാണാൻ പോകും. അയാൾ അപ്പ തന്നെ അവരോട് കാര്യങ്ങളെല്ലാം പറയും. അവൾക്ക് ഇങ്ങനെ ഒരു അസുഖമുണ്ടെന്നും ഡിപ്രഷൻ വന്നാൽ മാത്രമേ അത് പുറത്തു വരുമെന്നും അവൻ അവരോട് പറയും. ഇതെല്ലാം കേട്ട് അവർക്ക് സങ്കടം സഹിക്കാൻ വയ്യാതെ അവർ അപ്പോൾ തന്നെ അവരുടെ മകളെ കാണാൻ വീട്ടിലേക്ക് വരും. നായികയുടെ അമ്മ വീട്ടിലേക്ക് വന്ന് അവളോട് പറയും, നിനക്ക് ജോലിക്ക് പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ നീ പോകണം. നിങ്ങൾ രണ്ടുപേരും ജോലിക്ക് പോകണം. കുഞ്ഞിന്റെ കാര്യമല്ലേ, അത് ഞാൻ നോക്കിക്കൊള്ളാം. ഇതെല്ലാം പറഞ്ഞ് നായികയുടെ അമ്മ തിരിച്ച് അവരുടെ വീട്ടിലേക്ക് പോകും. അവർ വീട്ടിൽ ചെന്ന് തന്റെ മകൾക്ക് ഇങ്ങനെ ഒരു അസുഖം വന്നല്ലോ എന്നോർത്ത് ആകെ സങ്കടപ്പെട്ടിരിക്കുമ്പോഴാണ് അവരുടെ ഹസ്ബൻഡ് വീട്ടിലേക്ക് വരുന്നത്. അയാളാകട്ടെ അയാളുടെ മകന് മാത്രം കഴിക്കാൻ എന്തോ കൊണ്ടു കൊടുത്തു. എന്നിട്ട് അവനോട് പറയും, ഇത് നിനക്ക് മാത്രം കൊണ്ടുവന്ന, നീ ഇത് മൊത്തം കഴിച്ചോ എന്ന് പറയും. ഇത് കേട്ടതും നമ്മുടെ നായികയുടെ അമ്മയ്ക്ക് ദേഷ്യം വന്ന് ഓടിച്ചെന്ന് അവന് കൊടുക്കാൻ കൊണ്ടുവന്ന ആ ഫുഡ് എടുത്ത് അവിടെ വലിച്ചെറിയും. എന്നിട്ട് അയാളോട് പറയും, എന്റെ മകൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരാൻ എല്ലാത്തിനും കാരണം നിങ്ങൾ ഒറ്റൊരാളാണ്. നിങ്ങൾക്ക് ആകെ സ്നേഹമുള്ളത് നിങ്ങളുടെ മകനോട് മാത്രമാണ്. നിങ്ങളുടെ രണ്ട് പെൺമക്കളോട് നിങ്ങൾക്ക് ഒരു സ്നേഹവുമില്ല. നിങ്ങൾ അവളെ ഒന്ന് സ്നേഹിച്ചിരുന്നെങ്കിൽ എന്റെ മകൾക്ക് ഈ അവസ്ഥ വരില്ലായിരുന്നു എന്നും പറഞ്ഞ് അവർ അവിടെ ഇരുന്ന് കരയാൻ തുടങ്ങും. അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് അവർക്ക് ആർക്കും ഒന്നും തന്നെ മനസ്സിലായില്ല. അങ്ങനെ അന്ന് രാത്രി നായികയും നായകനും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ജോലിക്ക് പോകുന്നില്ല എന്ന് അവൾ അവനോട് പറയും. ഇത് കേട്ട് അവൻ പറയും, നമുക്ക് എന്തേലും വഴി നോക്കാം, നീ വിഷമിക്കാതിരിക്കുക. ജോലിക്ക് പോകുന്നതിന് മുമ്പ് തന്നെ എല്ലാരും പറയുന്നത് കേട്ട് എനിക്ക് സമാധാനമായി. ഇനി ജോലിക്ക് കൂടി പോയി തുടങ്ങാൻ എനിക്ക് വയ്യ എല്ലാം കൂടി കേൾക്കാൻ. ഇതെല്ലാം കേട്ടതോടെ നായകൻ അവളെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറയും, എങ്കിൽ കുറച്ചുനാൾ കഴിയട്ടെ, നിനക്ക് കുറച്ച് റെസ്റ്റ് കിട്ടുമല്ലോ. എന്നാൽ നായിക അത് കേട്ടത് വേറൊരു അർത്ഥത്തിലായിരുന്നു. അവൾ പറയും, കുട്ടിയെ നോക്കുന്നതാണോ ഇത്ര റെസ്റ്റുള്ള കാര്യം? അതത്ര ഈസി ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. നിങ്ങൾ അമ്മയെ പോലെ തന്നെ നിങ്ങൾക്കും ഞാൻ ജോലിക്ക് പോകണമെന്നൊരാഗ്രഹവുമില്ല. എന്നെ സങ്കടപ്പെടുത്താതിരിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ അന്ന് പൊയ്ക്കോളാൻ പറഞ്ഞത്. എനിക്കറിയാം, എല്ലാം നിന്റെ നല്ലതിന് വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്, നീ ഒന്ന് മനസ്സിലാക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ നായികക്ക് ദേഷ്യം വന്ന് എന്തൊക്കെയോ പറയാൻ തുടങ്ങും. ഇതെല്ലാം കേട്ട് നായകൻ ഒരു കാര്യം തീരുമാനിക്കും, അവളോട് സത്യങ്ങളെല്ലാം പറയാം. അവൻ അപ്പൊ തന്നെ അവളുടെ പണ്ട് ക്യാരക്ടർ ചേഞ്ച് ആയപ്പോൾ ഷൂട്ട് ചെയ്ത് വെച്ചിരുന്ന ഒരു വീഡിയോ എടുത്ത് അവളെ കാണിക്കാൻ തുടങ്ങി. ആ വീഡിയോ കണ്ടതും അവൾ ഷോക്കായി പോയി. അവൾക്ക് എന്താ സംഭവിച്ചെന്ന് അവൾക്കൊന്നും തന്നെ മനസ്സിലായില്ല. നിനക്ക് മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി എന്നൊരു അസുഖമുണ്ടെന്നും ഡിപ്രഷൻ വരുമ്പോൾ മാത്രമേ അത് പുറത്തു വരുമെന്നും അവൻ അവളോട് പറയും. ഇതെല്ലാം കണ്ടതും നായിക പൊട്ടിക്കരയാൻ തുടങ്ങി. നീ വിഷമിക്കാതിരിക്കുക, നമുക്ക് നാളെ തന്നെ നല്ലൊരു സൈക്യാട്രിസ്റ്റിനെ കാണാം. ഒരു ഡോക്ടറിനെ കണ്ടാൽ തീരാവുന്ന പ്രശ്നമേ നിനക്കുള്ളൂ എന്ന് പറഞ്ഞ് അയാൾ അവളെ സമാധാനിപ്പിക്കും. അങ്ങനെ നമ്മുടെ നായിക തൊട്ടടുത്ത ദിവസം തന്നെ ഡോക്ടറിനെ കാണാൻ തീരുമാനിക്കും. അങ്ങനെ അവൾ ട്രീറ്റ്മെന്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യും. അന്ന് വൈകിട്ട് വീട്ടിൽ വന്ന ശേഷം അവൾ വീട്ടിൽ നിന്ന് ആലോചിക്കാൻ തുടങ്ങും. എന്നെ പോലെ ഒരുപാട് പെൺകുട്ടികൾ കല്യാണത്തിന് ശേഷം വീട്ടിൽ അകപ്പെട്ട് കിടക്കുന്നുണ്ടായിരിക്കും. അവർക്ക് എല്ലാവർക്കും മോട്ടിവേഷൻ തരാൻ വേണ്ടി അവൾ ഒരു ബുക്ക് എഴുതാൻ തീരുമാനിക്കും. ആ ബുക്കിന്റെ പേരാണ് കിം ജിയോൺ ബോൺ 1982. ഇത്രയും കാണിച്ചുകൊണ്ട് സിനിമ അവസാനിക്കും. സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.